സോ ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിലോട്ട് കടക്കുകയാണ്. അതിന് മുന്നേ ലൂസേഴ്സ് ഫൈനലുണ്ട്. അതായത് മൂന്നാമതുള്ള ആരാന്നുള്ളൊരു തീരുമാനം ഉണ്ടല്ലോ. അത് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ മത്സരമുണ്ട്. 19-ാം തീയതി 2:30-ക്കാണ്, പുലർച്ചെ 2:30-ക്കാണ് മാച്ച് നടക്കുന്നത്. സോ എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് മാച്ചുകൾ ഫ്രാൻസിൻ്റെയും ഇംഗ്ലണ്ടിൻ്റെയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് അത് ഫ്രാൻസ് ജയിക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ആ സ്പെയിനോട് മാത്രമേ ഉള്ളൂ ഫ്രാൻസ് മോശമായിട്ട് കളിച്ചത്. അതുകൊണ്ടാണ് എൻ്റെ ഒരു പ്രഡിക്ഷനാണ്. സോ ഫ്രാൻസ് ജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. സോ പിന്നെ നടക്കാൻ പോകുന്നത് ഫൈനലാണ് 20-ാം തീയതി 12:30-ക്ക് രാത്രി അർജൻറ്റീന vs സ്പെയിൻ മത്സരം. സോ ആസ് എ ബാസ ഫാൻ, ആസ് എ മെസ്സി ഫാൻ, ഈ മത്സരം ഭയങ്കര സ്പെഷ്യലാണ്. ഒരുപാട് ആഗ്രഹിച്ച മത്സരം കൂടിയാണ്. കാരണം നമ്മൾ ഫൈനലിസിമ നടക്കും എന്നൊക്കെ ആഗ്രഹിച്ചു. ബട്ട് അത് വാറിൻ്റെ ഇഷ്യൂകൾക്ക് കാരണങ്ങളെ കൊണ്ട് നടന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഫൈനലി യൂറോപ്പിലെ ചാമ്പ്യന്മാരും ലാറ്റിൻ അമേരിക്കയിലെ ചാമ്പ്യന്മാരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു മത്സരം കൂടിയാണ്. ഭയങ്കര സ്പെഷ്യലാണ്. എന്തായാലും ആഗ്രഹിച്ച മത്സരമാണ്. സോ നമ്മൾ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകപ്പാട് അർജൻറ്റീനയും സ്പെയിനും തമ്മിൽ 14 മത്സരങ്ങളാണ് മത്സരിച്ചത്. അതിൽ 7 ജയിച്ചത് സ്പെയിനാണ്, 6 അർജൻറ്റീന ജയിച്ചിട്ടുണ്ട്, 1 ഡ്രോയും ആയിരുന്നു. സോ വേൾഡ് കപ്പിലെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തവണ മാത്രമേ ഉള്ളൂ അർജൻറ്റീന vs സ്പെയിൻ മത്സരം നടന്നത്. അത് 1966-ലാണ്. അത് ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരമായിരുന്നു. അത് അർജൻറ്റീന ജയിച്ചതാണ്. അതാണ് അതിലൊരു ഹിസ്റ്ററി. ഇവർ തമ്മിലൊരു ഹിസ്റ്ററി അതാണ്. സോ ഈ വേൾഡ് കപ്പിൽ സ്പെയിൻ്റെ പ്രീവിയസ് മാച്ചുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റൗണ്ട് ഓഫ് 32-ൽ ആസ്ട്രേലിയനോടുള്ള മാച്ചാണെങ്കിലും, റൗണ്ട് ഓഫ് 60-ൽ പോർച്ചുഗലിനോടുള്ളതാണെങ്കിലും, അത് കഴിഞ്ഞിട്ട് ക്വാർട്ടർ ഫൈനൽസിൽ ബെൽജിയത്തിനോടാണെങ്കിലും, അത് കഴിഞ്ഞിട്ട് ഫ്രാൻസിനോട് സെമി ഫൈനൽസിലാണെങ്കിലും ആകെപ്പാടെ ഒറ്റ ഗോൾ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ സ്പെയിൻ. അതാണ് വലിയൊരു കാര്യം. അപ്പോൾ അർജൻറ്റീനയുടെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൗണ്ട് ഓഫ് 32-ൽ കബോർദയോടാണെങ്കിലും, അതിനുശേഷം ഈജിപ്തിനോടാണെങ്കിലും, അതിനുശേഷം സ്വിറ്റ്സർലാൻഡിനോടാണെങ്കിലും, ഇപ്പോൾ സെമി ഫൈനൽസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിനോടാണെങ്കിലും ഒരു ഗംഭീര കംബാക്കുകൾ തുടർച്ച നടത്തിയൊരു ടീമായിട്ടാണ് അർജൻറ്റീന നമ്മൾ കാണുന്നത്. ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചൊരു ടീം കൂടിയാണ് അർജൻറ്റീന. 19 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. സോ സ്പെയിൻ്റെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറവ് ഗോളുകൾ കൺസീഡ് ചെയ്തൊരു ടീമാണ് സ്പെയിൻ. എന്തായാലും ഇവർ തമ്മിലുള്ള മാച്ച് ഗംഭീര മത്സരമായിരിക്കും. പിന്നെ സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ലാമാസിയിൽ നിന്ന് വന്നതാണ്. ഇപ്പോൾ മെസ്സി ആണെങ്കിലും, ഇപ്പോൾ യമാലാണെങ്കിലും, പെഡ്രി ആണെങ്കിലും, കുബാർസി ആണെങ്കിലും, കുക്കുറി ആണെങ്കിലും ഗംഭീര പെർഫോമൻസ് കാണാം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. സോ ആസ് എ ബാസ ഫാൻ, ആസ് എ മെസ്സി ഫാൻ, ഈ മാച്ച് ഭയങ്കര സ്പെഷ്യലാണ്. സോ ഈ ഗെയിമിൽ ആര് ജയിക്കും, എൻ്റെ പ്രഡിക്ഷൻ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആഗ്രഹം വേണമെങ്കിൽ പറയാം. കാരണം മെസ്സിക്ക് ഒരു ഗോൾഡൻ ബൂട്ടും ഒരു ഗോൾഡൻ ബോളും ഒരു വേൾഡ് കപ്പ് കൂടി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ബട്ട് പറഞ്ഞല്ലോ, ഇതൊരു ആഗ്രഹം മാത്രമാണ്. എന്താണെന്നറിയില്ല. ഗംഭീര മത്സരമായിരിക്കും. അതിൽ യാതൊരു കോംപ്രമൈസ് ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. സോ അറിയാം, ഗംഭീര ഡിഫൻസാണ് സ്പെയിൻ്റെത്. അതുപോലെ തന്നെ അവസാനം ഒരു 10 മിനിറ്റ് അർജൻറ്റീന എന്താ ചെയ്യാമെന്ന് ഇപ്പോൾ നിലവിലെ പ്രീവിയസ് മാച്ചുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് അൺപ്രഡിക്റ്റബിൾ ആണ്. ഗോൾഡൻ ബൂട്ടിൻ്റെ ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത് ലയണൽ മെസ്സിയും എംബാപ്പയും ഉണ്ട് 8 ഗോളുകളോട് കൂടി. സോ എന്തായാലും മെസ്സിക്ക് കിട്ടാനുള്ളൊരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. സോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.